ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കൻ പര്യടനം തുടരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിനെ ചൊല്ലിയുള്ള ബഹളത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ പുരോഗമിക്കുന്നു. ഇന്ന് ലോക ക്യാൻസർ ദിനം. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവർക്ക് പിന്തുണ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. തുടക്കത്തിൽ 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും ബഹളത്തെ തുടർന്ന് അധികനേരം തുടരാനായില്ല. സഭയുടെ സുഗമമായ നടത്തിപ്പ് തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. सदन के अंदर मर्यादित आचरण व्यवहार करना सभागृह में सभी मान्य सदस्यों की जिम्मेदारी है. सभा में मर्यादित आचरण हो, मर्यादित व्यवहार हो, ये सभागृह आप सबकी है. इसकी मर्यादा गरिमा बनाए रखने आपकी सबकी जिम्मेदारी है. आप अगर सदन प्रश्नकाल नहीं चलना चाहते तो सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ പാർലമെന്റിൽ ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയേക്കും. അതേസമയം 8 പ്രതിപക്ഷ എംപിമാരെ ലോക്സഭയിൽ നിന്നും ഇന്നലെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. മോശം പെരുമാറ്റം ചൂണ്ടിക്കാട്ടി ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള എംപിമാരെയാണ് ബജറ്റ് സമ്മേളന കാലയളവിലുടനീളം സസ്പെൻഡ് ചെയ്തത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. വ്യാപാര കരാർ ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും MSMEകൾക്കും വ്യവസായ പ്രമുഖർക്കും വിദഗ്ധ തൊഴിലാളികൾക്കും മറ്റ് വ്യവസായ മേഖലകൾക്കും പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ശ്രീ പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തിയത്. फरवरी 2026 को प्रधानमंत्री जी और अमेरिकी राष्ट्रपति डोनाल्ड ट्रंप ने द्विपक्षीय और अंतर्राष्ट्रीय महत्व के कई मुद्दों पर फोन पर चर्चा की. इसके बाद राष्ट्रपति ट्रंप ने अमेरिका को किए जाने वाले भारतीय निर्यात की दर घटाकर 18% करने की घोषणा की. രാജ്യത്തെ റേഷൻ കാർഡുകൾ 100% ഡിജിറ്റലൈസ് ചെയ്തതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ സഹമന്ത്രി നിമുബെൻ ബംബാനിയ. 99%-ലധികം റേഷൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിച്ചതായും മന്ത്രി ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും PM ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തെ 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് ഉന്നയിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. സഭാ കവാടത്തിലെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. പ്രതിപക്ഷം വാച്ചാൻ വാർഡിനെ വടികൊണ്ടടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സഭയിൽ നടന്നത് ലോകം കണ്ടതാണെന്നും പ്രതിപക്ഷ നേതാവ് സ്വയം ന്യായീകരിക്കുകയാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ബജറ്റ് ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നതായും ഭരണപക്ഷം ആരോപിച്ചു. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ സഭയിൽ തുടരുകയാണ്. കേരളത്തോട് കേന്ദ്ര സർക്കാർ വിവിധ വിഷയങ്ങളിൽ അവഗണന കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചട്ടം 118 പ്രകാരമുള്ള ഗവൺമെന്റ് പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളം ഏതാനും വർഷങ്ങളായി മുന്നോട്ട് വെച്ച ന്യായയുക്തമായ പല ആവശ്യങ്ങൾക്കും കേന്ദ്രം പരിഗണന നൽകുന്നില്ലെന്ന് പ്രമേയത്തിൽ പറയുന്നു.
KSRTC കിഴക്കേക്കോട്ടയിൽ ആശുപത്രി തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സൌകര്യം ഇവിടെ ഏർപ്പെടുത്തും. 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കും ക്രമീകരണം. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഈ സൌകര്യം ഉപയോഗപ്പെടുത്താമെന്ന് മന്ത്രി വ്യക്തമാക്കി. KSRTC ഒരു ആശുപത്രി തുടങ്ങുകയാണ് കിഴക്കേക്കോട്ടയിൽ. ഇത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, സാധുക്കളായ ആളുകൾക്ക് കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ഒരു ദിവസം 10 ബെഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, 10 മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 പേർക്ക് ഒരു സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും അവിടെ എല്ലാ മരുന്നുകളും ഏറ്റവും ന്യായ വിലയ്ക്ക് അവിടുത്തെ ഫാർമസിയിൽ നിന്ന് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജീവനക്കാർക്ക് മാത്രമല്ല, ആ പ്രദേശത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അമേരിക്കൻ പര്യടനം തുടരുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, ആണവ പ്രതിരോധം, നിർണായക ധാതുക്കൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിർണായക ധാതുക്കൾ സംബന്ധിച്ച മന്ത്രിതല യോഗത്തിലും ഇരു നേതാക്കളും ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ-US വ്യാപാര കരാർ ധാരണയായതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. നൂതന സാമ്പത്തിക അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും നേതാക്കൾ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. കേന്ദ്ര ബജറ്റ് 2026-27 കുറിച്ചുള്ള ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 1:45 കേൾക്കാം. ചർച്ചയിൽ സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ മേരി ജോർജ് സംസാരിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ഇന്ന് ദർശനം നടത്തി. തന്റെ ജന്മനാടായ മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിലെ വിവിധ പരിപാടികളിൽ ശ്രീമതി മുർമു ഇന്ന് പങ്കെടുക്കും. മഹുൽദിഹിയിൽ ഗോത്ര നേതാവ് ഭഞ്ച്ബീർ സുനറാം സോറന്റെ പ്രതിമ രാഷ്ട്രപതി അനാവരണം ചെയ്യും. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ചാ പരിപാടി കാണാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ന് ലോക ക്യാൻസർ ദിനം. അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗനിർണയവും ചികിത്സയും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നിയാണ് ദിനാചരണം. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവർക്ക് പിന്തുണ നൽകേണ്ടതിന്റെയും രോഗസാധ്യതാ പരിശോധനകളുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കേണ്ടതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. അർബുദ മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കസ്റ്റംസ് തീരുവ ഇളവ് ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസം പകരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക, ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ലഡാക്കിൽ നിന്നുള്ള പ്രതിനിധി സംഘം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന സംഭാഷണത്തിന്റെ തുടർച്ചയാണിത്. ലഡാക്ക് സമർപ്പിച്ച 29 പേജുള്ള കരട് നിർദ്ദേശങ്ങൾ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിന് ഇന്ന് മുംബൈയിൽ തുടക്കമാകും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകന സമിതി യോഗത്തിന്റെ തീരുമാനങ്ങൾ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. സെമിയിൽ കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ത്യ അല്പസമയത്തിനകം അഫ്ഗാനിസ്ഥാനെ നേരിടും. സിംബാബ്വെ ഹനാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം. ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. മറ്റന്നാളാണ് ഫൈനൽ പോരാട്ടം. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമായ ഖഞ്ചാറിന്റെ 13ാം പതിപ്പിന് ഇന്ന് അസമിലെ മിസാമാരിയിൽ തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതും സൈനിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള സൈനികാഭ്യാസം ഈ മാസം 17 വരെ തുടരും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാനൊരുങ്ങി സ്പെയിൻ. ദോഷകരമായ ഡിജിറ്റൽ ഉള്ളടക്കത്തിന്റെ അപകട സാധ്യതകളും കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയും കണക്കിലെടുത്താണ് നീക്കമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കൻ പര്യടനം തുടരുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി.
ശബരിമല സ്വർണ്ണ അപഹരണ കേസിനെ ചൊല്ലിയുള്ള ബഹളത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ പുരോഗമിക്കുന്നു. ഇന്ന് ലോക ക്യാൻസർ ദിനം. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവർക്ക് പിന്തുണ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.